സുപ്രീം കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകിട്ടേണ്ട പള്ളികൾ ലഭ്യമാക്കാൻ സർക്കാർ വിസമ്മതിക്കുന്നു എന്നാരോപിച്ച് സഭ സർക്കാരുമായി ഏറ്റുമുട്ടലിലായിരുന്നു. പൊടുന്നനെ സഭയുടെ നിലപാടിൽ മാറ്റം വന്നു. വനിതാ മതിലിനെ പിന്തുണച്ച് കാതോലിക്ക ബാവ പ്രതികരണം നടത്തി. ഒന്നുമറിയാത്ത സഭാജനം അമ്പരന്നു. മുഖ്യമന്ത്രിയും കാതോലിക്ക ബാവയും ടെലിഫോൺ സംഭാഷണം നടത്തിയതിനെ തുടർന്നായിരുന്നു പൊടുന്നനെയുള്ള ഈ മാറ്റം. കോടതി വിധി പ്രകാരം വിട്ടുകിട്ടേണ്ട പിറവം കോതമംഗലം പള്ളികൾ ഏറ്റെടുത്ത് നൽകുന്നതിന് സർക്കാർ സാവകാശം തേടി. കാതോലിക്ക ബാവ സമ്മതം അറിയിച്ചു. ഏറ്റുമുട്ടൽ ഗുണം ചെയ്യില്ലെന്ന് സഭയിലെ ഒരു വിഭാഗം കരുതുന്നു. ഈ വിഭാഗത്തിൻ്റെ പിന്തുണയാണ് ബാവയുടെ ശക്തി. മുഖ്യമന്ത്രി കോടതി വിധി നടപ്പിലാക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് അവരല്പം സമയം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും അവരുടെ കൂട്ടത്തിലും സമവായം വേണമെന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അല്ലാതെ മൊത്തത്തിൽ സഭ സർക്കാരിനെതിരെ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളെ എതിർക്കുകയല്ല ഓർത്തഡോക്സ് സഭയുടെ രീതി. നേരത്തെ മലങ്കര അസോസിയേഷൻ യോഗം ചേർന്ന് പള്ളിത്തർക്കത്തിൽ സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പുതിയ ധാരണ പ്രകാരം മലങ്കര അസോസിയേഷൻ ഉടൻ വിളിച്ചു ചേർക്കേണ്ട എന്ന നിലപാടിലാണ് കാതോലിക്ക ബാവ. അസോസിയേഷനിലെ ഭൂരിപക്ഷം അംഗങ്ങളും സർക്കാർ വിരുദ്ധ സമീപനമുള്ളവരാണ്. പള്ളിത്തർക്കത്തിൽ സർക്കാരിന് ഇരട്ടത്താപ്പ്, കോടതി വിധി അട്ടിമറിക്കുന്നു, യാക്കോബായ വിഭാഗത്തെ രഹസ്യമായി പിന്തുണയ്ക്കുന്നു എന്നൊക്കെയായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ പരാതി. പുതിയ ധാരണ പ്രകാരം സഭ കടുത്ത സർക്കാർ വിരുദ്ധ പ്രതികരണങ്ങൾ ഒഴിവാക്കും. എബ്രഹാം മാത്യു, 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.